പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. തനിക്ക് കിട്ടിയ പെണ്ണെന്ന പ്രിവിലേജിനെയും സാഹചര്യത്തെയും മുതലെടുത്ത മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം സ്വാർത്ഥ ലാഭം മാത്രം നോക്കുന്ന പെണ്ണുങ്ങൾ സ്ത്രീകളെ ആകമാനം നാണം കെടുത്തുന്നതിൽ സംശയമൊന്നുമില്ല. പറഞ്ഞു വരുന്നത് ഷെറിനെ കുറിച്ചാണ്. ഷെറിന് ഓർമ്മയില്ലേ, തന്റെ ജീവിതം കുറച്ചും കൂടി ആഡംബരമാക്കാൻ വേണ്ടി സ്വന്തം അമ്മായിയപ്പനായ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയ ഷെറിൻ. തടവിൽ കഴിയുന്ന സമയത്ത് മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പിണറായി സർക്കാർ ശിക്ഷയിൽ ഇളവ് കൊടുത്ത നല്ല നടപ്പുകാരി ഷെറിൻ. ഇത്രയും ചെയ്തിട്ടും എങ്ങനെ ഷെറിന് ശിക്ഷയിൽ ഇളവ് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ സഹ തടവുകാരുടേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് നോക്കാം. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് VIP പരിഗണനയായിരുന്നത്രേ. ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിൽ കഴിഞ്ഞ സുനിത രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിനുണ്ടായിരുന്ന അടുത്ത ബന്ധത്തിന്റെ ദൃക്സാക്ഷിയാണ്. ഗണേഷ് കുമാർ അടക്കമുള്ള ബന്ധങ്ങളുടെ മറവിലാണ് ഇടയ്ക്കിടെ ഷെറിൻ പരോളിൽ ഇറങ്ങിയിരുന്നെന്നാണ് സുനിത പറയുന്നത്. സ്വാഭാവികം, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഒന്നോ രണ്ടോ ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നു. മാത്രമല്ല, ജയിൽ സൂപ്രണ്ടിന് ഐപാഡും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. തിന്ന കൂറിനുള്ള നന്ദി ഷെറിനും കൃത്യമായി ലഭിച്ചിരുന്നത്രേ. 3 നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണവും സ്വന്തം വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പല സൗകര്യങ്ങളും ഷെറിന് മാത്രം ലഭിച്ച നീതിയിൽപ്പെടുന്നതാണ്. തീർന്നില്ല, ഷെറിന് സഹായിയായി ഒരു തടവുകാരിയെയും ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിരുന്നത്. തലയണക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും നൽകി. മുഖം നോക്കാൻ കണ്ണാടി, ലിപ്സ്റ്റിക്, ഐലൈനർ തുടങ്ങി സർവ്വതും ഷെറിന് സ്വന്തമായിരുന്നു. ഷെറിന് VIP പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ DIG പ്രദീപാണെന്നും സുനിത ആരോപിച്ചു. സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. ഇവിടെ ഷെറിനെ കാണാൻ ജയിൽ DIG അടിക്കടി എത്തിയിരുന്നു. വൈകിട്ടാണ് വരാറുള്ളത്. ലോക്കപ്പിൽ നിന്ന് 7 മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ 1.5-2 മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത്. ജയിൽ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം 5:30 സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കൂ എന്ന നിയമം ഇവർക്ക് മാത്രം ബാധകമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. ഒരു തവണ ജയിൽ ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമത്തിന് നൽകിയതിന് സുനിതയ്ക്ക് ലഭിച്ചത് പുറം ലോകം കാണില്ല എന്ന ജയിൽ DIGയുടെ ഭീഷണിയാണ്. ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിനോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നുവെന്നും സുനിത പറയുന്നു. 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യം നേടിയാണ് സുനിത പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഷെറിന് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഈ വിവരങ്ങളെല്ലാം DGP സെൻകുമാറിന് കൈമാറി. എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ താൻ പ്രസ്താവന നടത്തിയെന്നും തനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഒരു നോട്ടീസ് മാത്രമാണ് കിട്ടിയത്. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി. ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കുറ്റവും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു. ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയതോടുകൂടി ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി. പക്ഷേ അത് താൽക്കാലികമായ നടപടി മാത്രമായിരുന്നു. തുടർന്ന് കൂടുതൽ സൗകര്യത്തിനായി ഷെറിനെ വിയ്യൂരിലേക്ക് മാറ്റുക മാത്രമാണ് ഉണ്ടായത്. സ്വന്തം അച്ഛനായി കാണേണ്ട ഒരാളെ ക്രൂരമായി കൊന്നിട്ടും നല്ല നടപ്പിന്റെ ആനുകൂല്യം ഷെറിന് വന്നു ചേർന്ന വളഞ്ഞ വഴി എങ്ങനെയെന്ന് ഇനി കൂടുതൽ പറയണ്ടല്ലോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ?